ദൈവവചനത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ട തലമുറയിൽ വചനത്തിന്റെ പ്രാധാന്യം, അതെങ്ങനെ വായിക്കണം, അതെങ്ങനെ ധ്യാനിക്കണം, അതെങ്ങനെ പഠിക്കണം, അതെങ്ങനെ പഠിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടി ഞാൻ തുടർന്നു വരുന്ന ക്ലാസുകൾ ഉപയോഗിക്കുക. ദൈവവചനത്തിൻ്റെ പ്രാധാന്യമാണ് നാം പഠിക്കാൻ വേണ്ടി പോകുന്നത്. സദൃശ്യവാക്യം 4-ാമത്തെ അധ്യായം, വാക്യങ്ങൾ 20 തുടങ്ങി 22 വരെ. Proverbs chapter 4 verse 20-22. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കുക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. 22-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയാട്ടെ. ദൈവത്തിൻ്റെ വചനം കിട്ടുന്നവർക്ക്, പഠിക്കുന്നവർക്ക് എന്നല്ല പറഞ്ഞത്, പിന്നെന്താണ്? കിട്ടുക, പ്രാപിക്കുക, സ്വീകരിക്കുന്നവർക്ക് ആ വചനങ്ങൾ ജീവനായി തീരും. അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യമായി തീരും. ആമേൻ. നാം വചനം വായിക്കുന്നതും പഠിക്കുന്നതും ധ്യാനിക്കുന്നതിൻ്റെയും എല്ലാം അടിസ്ഥാനമായ ലക്ഷ്യം ദൈവത്തിൻ്റെ ജീവനെ പ്രാപിക്കുക എന്നതാണ്. മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം തന്നെ അവന് ദൈവത്തിൻ്റെ ജീവൻ ഇല്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ജീവൻ ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് മരണമെന്ന് പുസ്തകം പറഞ്ഞിരിക്കുന്നത്. ആമേൻ. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും എന്ത് ചെയ്തു? അകന്നുപോയി. യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് ഈ ദൈവജീവൻ മനുഷ്യന് കൊടുക്കാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ, ദൈവജീവൻ, അനന്തമായ ജീവൻ, ഇനി ഒരിക്കലും മരണമില്ലാത്ത ജീവൻ ഉണ്ടാകുമെന്നാണ് യേശു പറഞ്ഞത്. അപ്പൊ നാം വേദപുസ്തകം എടുക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം തന്നെ എന്താണ്? ദൈവജീവൻ പ്രാപിക്കുക എന്നതാണ്. ആദമിന്റെയും ഹൗവയുടെയും ചരിത്രം നമുക്കറിയാം. ദൈവം പറഞ്ഞ കൽപ്പന അവർ രണ്ടുപേരും എന്ത് ചെയ്തു? ലംഘിച്ച് പാപത്തിലായിപ്പോയി. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് നൽകുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്നാണ് ദൈവം രണ്ടുപേരോടും കൽപ്പിച്ചത്. അവരെന്ത് ചെയ്തു? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ച് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്ത് ദൈവകൃപയിൽ നിന്നും വീണുപോയി. ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ഞാൻ പറയും, അല്ല നിങ്ങൾ പറയും, നാം ആയിരുന്നു ആദമിൻ്റെയും ഹൗവയുടെയും സ്ഥാനത്തെങ്കിൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കത്തില്ലായിരുന്നു. എനിക്ക് നല്ല ഉറപ്പാണ്, ഞാനായിരുന്നെങ്കിൽ, ആദമിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം എന്ത് ചെയ്യത്തില്ല? ഭക്ഷിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം, ഇന്ന് നാം ഈ പുസ്തകം എടുക്കുമ്പോൾ ആദമും ഹൗവയും ചെയ്ത അതേ പാപമാണ് നാമും ചെയ്യുന്നത്. നാം ഈ പുസ്തകം എടുക്കുന്നത് അറിവ് പ്രാപിക്കാനാണോ ജീവൻ പ്രാപിക്കാനാണോ? ആദമിന്റെ മുമ്പിൽ ജീവനും ഉണ്ടായിരുന്നു, അറിവും ഉണ്ടായിരുന്നു. അവൻ ജീവനെ തള്ളിക്കളഞ്ഞിട്ട് എന്തെടുത്തു? അറിവിനെ സ്വീകരിച്ചു. ദൈവമില്ലാത്ത
ദൈവത്തെ കൂടാതെയുള്ള ഒരറിവ് അവൻ സമ്പാദിച്ചു. സത്യത്തിൽ വേദപുസ്തകം എടുക്കുമ്പോൾ നാമും അത് തന്നെയല്ലേ ചെയ്യുന്നത്? നാം ഈ പുസ്തകത്തിൽ എന്താ നോക്കുന്നത്? അറിവാണ്, ജ്ഞാനം പ്രാപിപ്പാനാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ എന്തിനു വേണ്ടി നോക്കുന്നില്ല? ജീവനു വേണ്ടി, ജീവൻ പ്രാപിക്കാൻ വേണ്ടി പുസ്തകം വായിക്കുന്നില്ല. പാപത്തിൽ വീണ് മനുഷ്യന്റെ ഒരു വലിയ പ്രത്യേകതയാണ് അവൻ്റെ ജ്ഞാനത്തിലൂടെ ദൈവത്തെ അന്വേഷിക്കുക. ഇനി വേദപുസ്തകം വായിക്കുന്നത് തന്നെ അവൻ ജ്ഞാനമുണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്, ഈ ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് എന്തെങ്കിലും പുതുതായിരിക്കുന്ന കുറേ അറിവുകൾ സമ്പാദിച്ചു പോകാൻ വേണ്ടിയല്ല, ദൈവജീവൻ സമ്പാദിക്കാൻ വേണ്ടിയാണ്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ ജീവനുണ്ടാകും. ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. ഓക്കെ, നാം വീണ്ടും ജനിച്ചപ്പോൾ ഈ ദൈവജീവൻ നമ്മുടെ അകത്ത് വന്നു. നാം ആത്മാവിനാൽ ജനിച്ചു, അഥവാ വചനത്തിനാൽ എന്ത് ചെയ്തു? നമ്മൾ വീണ്ടും ജനിച്ചു. ദൈവജീവൻ ഇപ്പോൾ നമ്മുടെ അകത്തുണ്ട്. എന്നാൽ ഈ ജീവന്റെ സമൃദ്ധിയിലേക്ക് നാം എന്ത് ചെയ്യണം? വളരണം. അങ്ങനെ ജീവന്റെ സമൃദ്ധിയിലേക്ക് നാം വളരണമെങ്കിൽ നമുക്ക് നിരന്തരമായി ദൈവത്തിൻ്റെ ജീവൻ ആവശ്യമാണ്. അത് വചനത്തിനകത്താണ് ദൈവം വെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളും ദൈവത്തിൻ്റെ ജീവനെയും ആത്മാവിനെയും നിറച്ചു വച്ചിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ജീവനാലും ആത്മാവിനാലും നിറയ്ക്കപ്പെട്ടതാണ് ഈ ഓരോ വചനങ്ങളും. ഈ വചനങ്ങളെ നാം വിഭാഗിക്കുമ്പോൾ, ഈ വചനങ്ങൾ നാം മുറിക്കുമ്പോൾ, അതിനകത്തിരിക്കുന്ന ദൈവജീവനും ആത്മാവും നമ്മിലേക്ക് ഇറങ്ങി വരും. നമുക്ക് ജീവന്റെ സമൃദ്ധി ഉണ്ടാകും, ആത്മാവിൻ്റെ നിറവുണ്ടാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വചന പഠനങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ അകത്ത് ദൈവജീവന്റെ സമൃദ്ധി, ആത്മാവിൻ്റെ നിറവ്, ഇത്തരം ആത്മീയ അനുഭവങ്ങളിലേക്ക് നിങ്ങൾ നയിക്കാൻ വേണ്ടിയാണ്. മനസ്സിലാകുമോ? ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കരുത്. ദൈവത്തിൻ്റെ ജീവനെയും ആത്മാവിനെയും സമൃദ്ധിയായി പ്രാപിപ്പാനുള്ള ആഗ്രഹത്തോടു കൂടെ നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കണം. 4-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും എന്താണ്? സൗഖ്യമാണ്. അപ്പൊ ദൈവത്തിൻ്റെ വചനം നമുക്ക് ജീവൻ തരുന്നു, സൗഖ്യം തരുന്നു. പക്ഷെ അവിടെ ഒരു പ്രയോഗമുണ്ട്, അവയെ കിട്ടുന്നവർക്കാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് കിട്ടുന്നത്? അതെങ്ങനെ നമ്മുടെ അകത്ത് ജീവനായി തീരും? അതെങ്ങനെ നമ്മൾ സൗഖ്യമായി തീരും? അതെങ്ങനെ നമ്മൾ ആത്മാവായി തീരും? അതെങ്ങനെ നമ്മുടെ അകത്ത് ഫലം കായ്ക്കും? തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നാം തുടങ്ങുന്നത് വാക്യം 20 വാക്യം 20. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. ഗീവ് അറ്റൻഷൻ ടു മൈ വേർഡ്. എന്തുകൊണ്ടാണ് നാം ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കേണ്ടത്? വചന കേൾവിക്ക് വലിയ പ്രാധാന്യമുണ്ട്. നാം വചനത്തെ ശരിയായ രീതിയിൽ കേൾക്കണം, ശരിയായിട്ട് ശ്രദ്ധ കൊടുക്കണം. എന്താ കാരണം? നാം ഈ ഭൂമിയിൽ നിന്ന് എന്ത് കേൾക്കുന്നുവോ ആ കേൾക്കുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ സ്വാധീനമുണ്ട്. നാം എന്ത് കേട്ടാലും അത് നമ്മെ എന്ത് ചെയ്യും? ശരിയായ രീതിയിൽ സ്വാധീനിക്കും. നിങ്ങൾ നാളുകൾ തുടർച്ചയായി രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേട്ടാൽ ആ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ ഒരു സ്വാധീനമുണ്ടാകും. ജന്മനാൽ ആരും
ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൂടെയും കൂറൊന്നുമില്ല. ഉണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ ചെറുപ്പത്തിലെ ഏത് രാഷ്ട്രീയമാണോ, ആരുടെ അധികം രാഷ്ട്രീയ പ്രസംഗങ്ങളാണോ കേൾക്കുന്നത്, അത് നിങ്ങൾ എന്ത് ചെയ്തു? അങ്ങ് സ്വാധീനിച്ചു. നിങ്ങൾ ആ പക്ഷത്തോട് അങ്ങ് തിരിയും. കാര്യം എന്താ? ആ കേൾവി നിങ്ങൾ എന്ത് ചെയ്തു? സ്വാധീനിച്ചു. നിങ്ങൾ അതിനെ അനുഗമിക്കാൻ തുടങ്ങി. നിങ്ങൾ തുടർച്ചയായി റോക്ക് മ്യൂസിക് അല്ലെങ്കിൽ മറ്റ് സിനിമാ ഗാനങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ കുറെ കഴിയുമ്പോൾ ഈ സംഗീതത്തിന് നിങ്ങളെ സ്വാധീനിക്കാൻ പറ്റും. എനിക്കറിയാം, റോക്ക് മ്യൂസിക് ചെറുപ്പകാലം മുതൽ കേട്ടു തുടങ്ങിയ പല കുഞ്ഞുങ്ങളും പിന്നീട് അതിന് അഡിക്റ്റഡായി പോയി ദുരാത്മാക്കളാൽ ബന്ധിക്കപ്പെട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. തുടർച്ചയായിട്ട് കേൾക്കുന്ന ഈ സംഗീതം എന്ത് ചെയ്യാണ്? ആ വ്യക്തിയെ അങ്ങ് സ്വാധീനിക്കുകയാണ്. അങ്ങനെ ഈ ഭൂമിയിൽ നിങ്ങൾ തുടർച്ചയായി കേൾക്കുന്ന ഏത് കാര്യങ്ങൾക്കും എന്തുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ ഒരു സ്വാധീനമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നാം തുടർച്ചയായി കേൾക്കുന്നെങ്കിൽ ആ വചനവും നമ്മെ എന്ത് ചെയ്യും? ശരിയായ രീതിയിൽ സ്വാധീനിക്കുകയും ആ വചനം പറഞ്ഞ വ്യക്തിയെപ്പോലെ നിങ്ങളാകുകയും ചെയ്യും. യേശുവിനെ പോലെ ആകുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. ആമേൻ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ജീവിച്ചതിൽ ഏക പൂർണ്ണ മനുഷ്യൻ യേശുക്രിസ്തു മാത്രമാണ്. ഇപ്പോൾ ദൈവം നമ്മെ വിളിച്ചത് നാമും യേശുവിനെ പോലാകാൻ വേണ്ടിയാണ്. അങ്ങനെ യേശുവിനെ പോലാകണമെങ്കിൽ അവൻ പറഞ്ഞ വചനങ്ങൾ നാം നിരന്തരമായി എന്ത് ചെയ്യണം? കേൾക്കണം. അങ്ങനെ നിരന്തരമായി വചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായി സ്വാധീനമുണ്ടാക്കുകയും യേശു കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മെ എന്ത് ചെയ്യും? രൂപാന്തരപ്പെടുത്തിയെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നാം വലിയ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ. അത് വായിക്കും മുമ്പ് ആ വചനത്തിൻ്റെ പശ്ചാത്തലം ഞാൻ ഒന്ന് പറയാം. യേശു കർത്താവ് വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ട ആ വ്യക്തിയെക്കുറിച്ചുള്ള ഉപമ പറയുകയാണ്. ഒരു വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, ചിലത് പാറയുടെ ഇടയിൽ വീണു, പാറസ്ഥലത്ത് വീണു, മറ്റു ചില വിത്തുകൾ മുള്ളിൻ്റെ ഇടയിൽ വീണു, മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 4 പ്രധാനമായ സ്ഥലങ്ങളെക്കുറിച്ച് അവിടെ പറയുകയാണ്. ഓക്കെ, ഈ 4 സ്ഥലങ്ങളും വ്യക്തികളുടെ ഹൃദയത്തെക്കുറിച്ച് കാണിക്കുകയാണ്. വഴിയരികെ വീണ വിത്ത് സംഭവിച്ചു. പറവകൾ വന്ന് വേഗത്തിൽ എന്ത് ചെയ്തു? അത് എടുത്തുകൊണ്ടങ്ങ് പോയി. അത് കാണിക്കുന്നത് ഒരു വ്യക്തിയുടെ ഹൃദയമാണ്. വചനം കേട്ടു, പക്ഷേ വചനം അവൻ്റെ ഹൃദയത്തിൽ ഉറയ്ക്കും മുമ്പ് തന്നെ പിശാച് എന്ത് ചെയ്തു? ആ വചനത്തെ എടുത്തു കളഞ്ഞു. അവൻ്റെ ഹൃദയം ദൈവമുള്ള ഹൃദയമല്ല. അതിനകത്താര് വസിക്കുന്നു? സാത്താൻ വസിക്കുന്നു. അവൻ്റെ ദുരാത്മാക്കൾ വസിക്കുന്നു. അതുകൊണ്ട് വചനം വന്നെങ്കിലും അപ്പോൾ തന്നെ പിശാച് എന്ത് ചെയ്തു? ആ വചനം അവൻ്റെ അകത്ത് നിന്ന് എടുത്തു കളഞ്ഞു. 2-ാമത്തെ നിലം പാറസ്ഥലമാണ്. ഈ പാറസ്ഥലത്ത് വിത്ത് വീണപ്പോൾ അത് വേഗത്തിൽ മുളച്ചു വന്നു. എന്താ കാരണം? അവിടെ ആഴത്തിൽ മണ്ണില്ല. ആഴത്തിൽ മണ്ണിനിടയിൽ വീണാൽ വിത്ത് മുളച്ചു വരുവാൻ സമയമെടുക്കും. പക്ഷെ ഇവിടെ മണ്ണിന് ആഴമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? വിത്ത് ക്ഷണത്തിൽ മുളച്ചു വന്നു. എന്നാൽ ചൂടടിച്ചപ്പോൾ മണ്ണിനാഴമില്ലാഞ്ഞത് കൊണ്ട് മുളച്ചു വന്ന വിത്ത് എന്ത് ചെയ്തു? അങ്ങ് ഉണങ്ങിപ്പോയി. എന്താ അർത്ഥം? മറ്റൊരു കൂട്ടം വ്യക്തികളെ അഥവാ ഹൃദയങ്ങളെ കാണിക്കുകയാണ്. വചനം കേട്ടു, സന്തോഷത്തോടെ എന്ത് ചെയ്തു?
വചനം സ്വീകരിച്ചു, വചനം അങ്ങോട്ട് ഫലം കായ്ക്കാൻ മുളയ്ക്കാൻ തുടങ്ങി. എന്നാൽ ജീവിതത്തിൽ വചനം നിമിത്തം ഒരു ഉപദ്രവം ഉണ്ടായപ്പോൾ, കേട്ട വചനം നിമിത്തം ഒരു ചെറിയ പരിശോധന ഉണ്ടായപ്പോൾ, അവൻ്റെ ഹൃദയത്തിൽ ആഴമില്ലാത്തതുകൊണ്ട്, ഉറപ്പില്ലാത്തതുകൊണ്ട് വേഗം എന്ത് ചെയ്തു? ഇടറിപ്പോയി. ഹൃദയത്തെ കാണിക്കുകയാണ്. അല്പം പരിശോധന, കേട്ട വചനത്തിൻ്റെ ഒരു ചെറിയ പരിശോധന, ഒരു ചെറിയ പ്രതികൂലം വന്നപ്പോൾ അവൻ പരാജയപ്പെട്ടു പോയി. ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ നിലം മുള്ളിനിടയിലുള്ള സ്ഥലമാണ്. മുള്ളിനിടയിൽ വീണ വിത്ത്. അവിടെ നല്ല മണ്ണിനാഴമുണ്ട്. ഓക്കെ, ഈ വിത്ത് കിളിർത്തു വന്നു, നന്നായിട്ട് കിളിർത്തു വരികയാണ്. എന്നാൽ ഫലം കൊടുക്കും മുമ്പേ മുള്ളും കൂടെ എന്ത് ചെയ്തു? കിളിർത്തു വന്നിട്ട്, വേഗത്തിൽ കിളിർത്തു വന്നിട്ട് എന്ത് ചെയ്തു? വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി കളഞ്ഞു. വചനത്തെ മാത്രമല്ല ഞെരുക്കിയത്, വ്യക്തിയെയും ഞെരുക്കി. മുള്ളുകൾ വ്യക്തിയെ ഞെരുക്കി നിഷ്ഫലനാക്കി തീർത്തു, വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർത്തു. ഇത് കാണിക്കുന്നത് അവന്റെ ഹൃദയത്തിൽ ആഴമുള്ള മണ്ണുണ്ട്, വളക്കൂറുള്ള മണ്ണുണ്ട്. ദൈവത്തിൻ്റെ വചനം ഫലം കായ്ക്കാൻ പറ്റിയ ഹൃദയമാണ്. പക്ഷേ ഹൃദയത്തിൽ ഇഹലോകത്തിൻ്റെ വിഷയങ്ങളൊക്കെ കടന്നു വന്നു. ഇഹലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾ കടന്നു വന്നു. ഇഹലോകത്തിൻ്റെ ഭാരങ്ങൾ കടന്നു വന്നു. ധനത്തിൻ്റെ വഞ്ചനകൾ കടന്നു വന്നിട്ട് ഒരു മുള്ളുപോലെ അവൻ്റെ ഹൃദയത്തെ ഞെരുക്കി, വചനത്തെ ഞെരുക്കി അവനെ നിഷ്ഫലനാക്കി കളഞ്ഞു. വചനത്തെ എന്ത് ചെയ്തു? നിഷ്ഫലമാക്കി കളഞ്ഞു. ഇനി മറ്റു ചില വിത്തുകൾ നല്ല നിലത്ത് വീണു. അവിടെ 30, 60, 100 മേനി വിളവ് കൊടുത്തു എന്ന് വചനം പറയുന്നു. നല്ല നിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുക്കപ്പെട്ട ഹൃദയമാണ്. വചനം സ്വീകരിച്ച് അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൻ്റെ ഫലം പൂർണ്ണമായി കൊടുക്കുന്ന ഹൃദയമാണ്. ആമേൻ. അപ്പൊ ഈ 4 നിലങ്ങളെക്കുറിച്ചും അവിടെ വീണ് വചനമാകുന്ന വിത്തിനെ കുറിച്ചുമുള്ള ഉപമ പറഞ്ഞ ശേഷം കർത്താവ് പറയുകയാണ്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വാക്യം 23, മർക്കോസ് 4:23. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും, അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് അവൻ അവരോട് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, ഏതൊരു വചനം പഠിക്കുമ്പോഴും ആ വചനത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ വേണം നാം വിഷയത്തെ വ്യാഖ്യാനിക്കാൻ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വചനം മുകളിൽ പറഞ്ഞ ഉപമയെ അടിസ്ഥാനമാക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തു കേൾക്കുന്നുവെന്ന് സൂക്ഷിച്ചു കൊള്ളണം. എന്ത് കേൾക്കുന്നുവെന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. ടേക്ക് ഹീഡ് വാട്ട് യു ഹിയർ. നാം എന്തു കേൾക്കുന്നു എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ടാകണം. എന്താ കാരണം? ഞാൻ ആദ്യമേ പറഞ്ഞു, നാം നിരന്തരമായി കേൾക്കുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ തോതിൽ സ്വാധീനമുണ്ടാകും. നിങ്ങൾ തുടർമാനമായി ലോകത്തിൻ്റെ വിഷയങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ അത് നിങ്ങളെ സ്വാധീനിക്കുകയും ലോകം നിങ്ങളുടെ അകത്തിറങ്ങി വരികയും ചെയ്യും. നിങ്ങൾ തുടർമാനമായ റോക്ക് മ്യൂസിക്കും മറ്റ് സിനിമാ ഗാനങ്ങളുമാണ് കേൾക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ അകത്തിറങ്ങി വന്ന് നിങ്ങളെ എന്ത് ചെയ്യും? വല്ലാതെ അങ്ങ് സ്വാധീനിക്കും. നിങ്ങൾ തുടർമാനമായ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രസംഗങ്ങളും ആ സന്ദേശങ്ങളുമാണ് കേൾക്കുന്നതെങ്കിൽ അത് അകത്തിറങ്ങി വന്ന് നിങ്ങളെന്ത് ചെയ്യും? സ്വാധീനിക്കും. യേശു പറയാ, നിങ്ങൾ എന്ത് കേൾക്കുന്നുവെന്ന്
സൂക്ഷിക്കണം. നാം എന്ത് കേൾക്കണം? ദൈവത്തിൻ്റെ വചനം കേൾക്കണം. നമ്മുടെ ജീവിതത്തിന് ആത്മീയ അഭിവൃദ്ധി തരുന്ന, ഓരോ ദിവസവും നമ്മെ നിത്യജീവനിലേക്ക് വളർത്തുന്ന, നമ്മെ ശുദ്ധീകരിക്കുന്ന, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിനെ നവീകരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ നാം സമൃദ്ധിയായിട്ട് സ്വീകരിക്കണം. അതാ പുസ്തകം പറഞ്ഞത്, ഗീവ് അറ്റൻഷൻ ടു ദ വേർഡ്. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക. എന്താ കാരണം? നാം കേൾക്കുന്നതിന് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര സ്വാധീനമുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ എന്തു കേൾക്കുന്നുവെന്ന് സൂക്ഷിക്കണം. എന്ത് കേൾക്കണം? ദൈവത്തിൻ്റെ വചനം കേൾക്കണം. ഒരു വചനമുണ്ട്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഒരു ബാലനെ, ഒരു പൈതലിനെ അവൻ എന്തായി തീരണം എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ വഴിയിൽ അവൻ എന്ത് ചെയ്യണം? അഭ്യസിപ്പിക്കണം. അവനെന്ത് കൊടുക്കണം? അവന് ആയിത്തീരേണ്ട ആ ലക്ഷ്യത്തിലെത്തുവാനുള്ള ഉപദേശങ്ങൾ, പഠിപ്പിക്കലുകൾ, പാഠങ്ങൾ അവന് കൊടുക്കണം. നിങ്ങളുടെ കുഞ്ഞ് ഒരു ദൈവത്തിൻ്റെ പൈതലായി തീരണമെങ്കിൽ, വചനപ്രകാരം വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു പൈതലായി തീരണമെങ്കിൽ അവൻ്റെ ബാല്യത്തിൽ തന്നെ ശരിയായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കൊടുക്കണം. ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കാരണം, ചെറുപ്പത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ കൈകാര്യം ചെയ്യുവാൻ, കേൾക്കുവാൻ, പഠിക്കുവാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കൃപ ലഭിച്ചു. ആമേൻ. അന്ന് കേട്ട വചനങ്ങൾ ആരായി തീരണമെന്ന് എൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുത്തു. ആമേൻ. അന്ന് വചനം കേൾക്കുമ്പോൾ തന്നെ എൻ്റെ അകത്ത് വലിയ ബോധ്യം വന്നു, എനിക്ക് നിത്യതയിലെത്തണം, എനിക്ക് ദൈവത്തെ ആവശ്യമാണ്, എനിക്ക് ദൈവത്തിൻ്റെ വേലക്കാരനായി തീരണം. ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്നുള്ള മോഹമൊക്കെ വന്നത് 6 or 7 വയസ്സുള്ളപ്പോഴാണ്. എന്താ കാരണം? കേട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ, ഞാൻ കേട്ടത് എന്നെ എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. യേശു പറയാ, നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്ന് സൂക്ഷിക്കണം. എന്ത് കേൾക്കണം? വചനം കേൾക്കണം. അപ്പോൾ തന്നെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളെ അല്ലെങ്കിൽ എഴുത്തുകളെ ഞങ്ങൾ പലതായിട്ട് തിരിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് നമ്മുടെ ആത്മീയ വർധനവിന് നിരന്തരമായി കേൾക്കേണ്ട ഭാഗങ്ങളെ ഞാൻ ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പോവുകയാണ്. സോ വേദപുസ്തകത്തെ പൊതുവെ ഞങ്ങൾ 2ആയി തിരിക്കുകയാണ്. ഒന്ന് തിരുവെഴുത്തുകൾ, മറ്റൊന്ന് എഴുത്തുകൾ. ഇതാണ് ഹോളി സ്ക്രിപ്റ്റേഴ്സ് ആൻഡ് റൈറ്റിങ്സ്. രണ്ടും ഏകദേശം ഒരേ അർത്ഥമാണ്. പക്ഷേ കാര്യങ്ങളൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിൽ ഇതിനെ 2ആയി തിരിക്കുന്നത്. ഹോളി സ്ക്രിപ്ചർ, പോയിന്റ് നമ്പർ 1, ദ വേർഡ്സ് സ്പോക്കൺ ബൈ ദ ഫാദർ, ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവം പറഞ്ഞ വചനങ്ങൾ. The words spoken by the Father, the Son and the Holy Spirit. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവം നേരിട്ട് പറഞ്ഞ വചനങ്ങൾ എന്ന് വെച്ചാൽ മറ്റൊരു മീഡിയേറ്റർ ഇല്ലാതെ, ഒരു പ്രവാചകനില്ലാതെ, ഒരു അപ്പോസ്തലനില്ലാതെ ദൈവം നേരിട്ട് പറഞ്ഞ വചനങ്ങൾ. ഉദാഹരണമായിട്ട് ദൈവം അബ്രഹാമിനോട് നേരിട്ട് സംസാരിച്ചു. ആമേൻ. ദൈവം മോശയോട് എന്ത് ചെയ്തു? നേരിട്ട് സംസാരിച്ചു. ദൈവം ജോസഫിനോട്, യാക്കോബിനോട്, ഇസ്ഹാക്കിനോട് എന്ത് ചെയ്തു? നേരിട്ട് സംസാരിച്ചു. സുവിശേഷങ്ങൾ വരുമ്പോൾ പുത്രനായ ദൈവം നമ്മോട് എന്ത് ചെയ്തു? നേരിട്ട് സംസാരിച്ചു. ഒരു മൂന്നാമതൊരു വ്യക്തിയില്ലാതെ, ഒരു മീഡിയേറ്റർ ഇല്ലാതെ ദൈവം എന്ത് ചെയ്തു?
നമ്മോട് നേരിട്ട് സംസാരിച്ചു. അതിൻ്റെ പേരാണ് ഹോളി സ്ക്രിപ്ചർ, തിരുവെഴുത്തുകൾ. ഓക്കെ, ഞാനിത് പറയും മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപാട് പുസ്തകം വരെയുള്ള എല്ലാ എഴുത്തുകളും ദൈവനിശ്വാസീയമാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആലോചനയിൽ, ദൈവത്തിൻ്റെ പ്രേരണപ്രകാരം എഴുതപ്പെട്ടതാണ് ഈ പുസ്തകത്തിലെ സകല എഴുത്തുകളും. പരിശുദ്ധാത്മാവിനാലാണ് ഇതെല്ലാം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഈ പുസ്തകത്തിലെ എല്ലാ ഭാഗങ്ങളും നമ്മുടെ ജീവിതത്തിന് പ്രയോജനമുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. പക്ഷെ അപ്പോൾ തന്നെ നാം ഇതിനെ രണ്ടായി തിരിക്കുക. ഒന്നെന്താണ് ഹോളി സ്ക്രിപ്ചർ, മറ്റൊന്ന് റൈറ്റിങ്സ്. ആ ഹോളി സ്ക്രിപ്ചറിൽ ഞാൻ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നേരിട്ട് സംസാരിച്ച വാക്കുകളാണ് നമ്മളതിനെ തിരുവെഴുത്ത് എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ്, വേർഡ് സ്പോക്കൺ ബൈ ഗാഡ് ത്രൂ ദ പ്രോഫറ്റ്സ്, അപ്പോസ്റ്റൽസ് ആൻഡ് എക്സെട്ര എക്സെട്ര. അപ്പോസ്തലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവം സംസാരിച്ച വചനങ്ങൾ. അപ്പോസ്തലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവം സംസാരിച്ച വചനങ്ങൾ. ഇവിടെ ദൈവം നേരിട്ട് സംസാരിക്കുകയല്ല, പിന്നെന്താണ്, ഒരു പ്രവാചകനിലൂടെ, ഒരു അപ്പോസ്തലനിലൂടെ, മറ്റൊരു ദൈവദാസനിലൂടെ ദൈവം എന്ത് ചെയ്യാണ്, സംസാരിക്കുകയാണ്. ഉദാഹരണമായിട്ട് പഴയ ഉടമ്പടിയിലുള്ള എല്ലാ പ്രവാചക പുസ്തകങ്ങളും, യെശയ്യാവിൻ്റെ പുസ്തകം, ജെരമ്യാവിൻ്റെ പുസ്തകം, സെഫന്യാവിൻ്റെ പുസ്തകം, ദാനിയേലിൻ്റെ പുസ്തകം, ഇതെല്ലാം ദൈവത്തിൻ്റെ വചനമാണ്. പക്ഷെ ദൈവം എന്ത് ചെയ്തു, ഒരു ദൈവദാസനിലൂടെ എന്ത് ചെയ്തു, അങ്ങ് സംസാരിക്കുക. അതാണ് എന്ത്, തിരുവെഴുത്ത്, വിശുദ്ധ എഴുത്തുകൾ എന്ന് പറയുന്നു. മൂന്നാമത്തേത്, വേർഡ്സ് റിഗാർഡിംഗ് ദ മിസ്റ്ററീസ് ഓഫ് ഗാഡ് റിസീവ്ഡ് ബൈ ദ സെർവൻസ് ഓഫ് ഗോഡ് ത്രൂ റെവലേഷൻ. ദൈവത്തിൻ്റെ ദാസന്മാർ വെളിപ്പാടിനാൽ ദൈവിക രഹസ്യങ്ങൾ പ്രാപിച്ച് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവിക വെളിപ്പാടിനാൽ പ്രാപിച്ചെഴുതിയ ദൈവിക രഹസ്യങ്ങൾ, അതും എന്തു പറയും, വിശുദ്ധ തിരുവെഴുത്തുകൾ. ഇപ്പോൾ മനസ്സിലായോ, ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവിക വെളിപ്പാടുകൾ, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പാടിനാൽ പ്രാപിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ ദൈവത്തെക്കുറിച്ച് ദാവീദ് പ്രാപിച്ചെഴുതിയ അനേകമായ എഴുത്തുകളുണ്ട്. അവൻ പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, യഹോവ എൻ്റെ സങ്കേതം, അവൻ എൻ്റെ പാറ, അവൻ എൻ്റെ രക്ഷ. ഇതൊക്കെ അവൻ എങ്ങനാ മനസ്സിലാക്കിയെടുത്തത്? ദീർഘനാളുകൾ ദൈവത്തിൻ്റെ കൂടെ നടന്ന് ദൈവത്തെക്കുറിച്ച് അവൻ ഗ്രഹിച്ചെടുത്തതാണ്. ഓക്കെ, ഏതൊരു ദൈവത്തിൻ്റെ പൈതൽ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ പ്രകൃതം, ദൈവത്തിൻ്റെ കരുതലൊക്കെ എന്ത് ചെയ്യും, അവന് ഗ്രഹിക്കാൻ പറ്റും. അങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നടന്ന ദൈവദാസന്മാർ, ദൈവപുരുഷന്മാർ, ഇയ്യോബും ദാവീദും തുടങ്ങിയ ദൈവദാസന്മാർ ദൈവത്തെക്കുറിച്ച് വെളിപ്പാടിനാൽ പ്രാപിച്ചെഴുതിയ എഴുത്തുകളുണ്ട്. അതെന്താണ്? ഹോളി സ്ക്രിപ്ചറാണ്, തിരുവെഴുത്തുകളാണ്. മനസ്സിലാകുമോ? അപ്പൊ ഈ മൂന്ന് പ്രത്യേകമായ ഭാഗങ്ങൾ തിരുവെഴുത്തുകളാണ്. ഒന്നാമത് പിതാവും പുത്രനും ദൈവാത്മാവും എന്താണ്, മനുഷ്യനോട് നേരിട്ട് പറഞ്ഞ വാക്കുകൾ. രണ്ടാമത് ദൈവം ഈ ദൈവദാസന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ സംസാരിച്ച വചനങ്ങൾ. മൂന്ന്, ഈ ദൈവദാസന്മാർ വെളിപ്പാടിനാൽ ദൈവിക രഹസ്യങ്ങൾ പ്രാപിച്ച് എഴുതിയത്. ഇതെന്തു പറയും? തിരുവചനം എന്ന് പറയും. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിൽ റൈറ്റിംഗ്സ് ആണ്, എഴുത്തുകളാണ്.
അതിൽ ഒന്നാമത്തെ പോയിന്റ്, the words spoken towards God, the words spoken to God by the servants of God. ദൈവദാസന്മാർ ദൈവത്തോട് പറഞ്ഞ വാക്കുകളുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ ദാസന്മാർ അവർ ദൈവത്തോട് പറഞ്ഞ വാക്കുകൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തല്ല? തിരുവെഴുത്തുകളല്ല, പിന്നെന്താണ്? എഴുത്തുകളാണ്. ഉദാഹരണമായിട്ട് ദാവീദ് ദൈവത്തോട് പറഞ്ഞ കുറേയേറെ കാര്യങ്ങളുണ്ട്. ദാവീദിന്റെ പ്രാർത്ഥനകൾ, ദാവീദിന്റെ വികാര പ്രകടനങ്ങൾ, അവന്റെ സങ്കടങ്ങൾ, അവന്റെ കോപത്തിന്റെ പ്രകടനങ്ങൾ, അതിന്റെ വാക്കുകളൊക്കെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അത് എന്തല്ല? ഹോളി സ്ക്രിപ്ചർ അല്ല, ദൈവം പറഞ്ഞതല്ല. പിന്നെ ആര് പറഞ്ഞതാ? ദാവീദ് ദൈവത്തോട് പറഞ്ഞതാ. മനസ്സിലാകുമോ? പോരാ. അത് ദാവീദ് ദൈവത്തോട് പറയുക. അവൻ പറയുന്നു, എന്നെ ശത്രുക്കളെല്ലാം നീ മുടിച്ചു കളയണമേ, അല്ലേ? എന്നെ ശത്രുവിന്റെ മക്കളെ പിടിച്ച്, അല്ല, അവരെ കാലിന്മേൽ പിടിച്ച് എന്താണ്, പാറയിൽ അടിച്ച് കൊന്നുകളയട്ടെ. അതെന്തല്ല? തിരുവെഴുത്തല്ല, ദൈവത്തിന്റെ വായിൽ നിന്നും പുറപ്പെട്ടതല്ല. പിന്നെയോ ദാവീദിന്റെ വികാരപ്രകടനമാണ്. ദാവീദ് ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ നീതിക്കൊത്തവണ്ണം എന്നെ അനുഗ്രഹിക്കണമേ, ശത്രുക്കളെ മുടിച്ചു കളയണമേ. അതൊന്നും എന്തല്ല? തിരുവെഴുത്തല്ല, ദാവീദ് ദൈവത്തോട് പറയുന്ന വാക്കുകളാണ്. അതുപോലെ ഹാഗാർ ദൈവത്തോട് പറഞ്ഞ വാക്കുകളുണ്ട്. അതെന്തല്ല? തിരുവെഴുത്തല്ല. ഹാന ദൈവത്തോട് പറഞ്ഞ വാക്കുകളുണ്ട്. അത് അവളുടെ ആവശ്യമാണ്, അവളുടെ ഭാരമാണ്, അവളുടെ സങ്കടം എന്ത് ചെയ്യാണ്? അവൾ ദൈവത്തോട് പറയുകയാണ്. ആമേൻ. ജാതീയ രാജാക്കന്മാർ പറഞ്ഞ വാക്കുകൾ ഈ പുസ്തകത്തിലുണ്ട്. ദ വേർഡ്സ് ഓഫ് ഹീതൻ കിങ്സ്. ഫറവോന്റെ വാക്കുകൾ ഈ പുസ്തകത്തിലുണ്ട്. അത് തിരുവെഴുത്താണോ? ഹലോ, അല്ല, അത് എഴുത്തുകളാണ്. ദൈവം പറഞ്ഞ വാക്കല്ല. ഗോലിയാത്തിന്റെ വാക്കുകൾ എവിടെയുണ്ട്? ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനേക പടയാളികൾ പറഞ്ഞ, സേനാ നായകന്മാർ പറഞ്ഞ വാക്കുകൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തല്ല? തിരുവെഴുത്തുകളല്ല. ഈ വ്യക്തികൾ പരസ്യമായി പറഞ്ഞതും അല്ലെങ്കിൽ ദൈവത്തോട് പറഞ്ഞ വാക്കുകളൊക്കെയാണ്. അത് എഴുത്തുകളുടെ ഗണത്തിൽപ്പെടുന്ന കാര്യമാണ്. സാത്താൻ പറഞ്ഞ വാക്കുകൾ അതേപടി എന്താണ്? എഴുതി വച്ചിരിക്കുകയാണ്. മനസ്സിലാകുമോ? അപ്പം ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തോട് പറഞ്ഞ വാക്കുകളുണ്ട്, കയ്യൻ പറഞ്ഞ വാക്കുകളുണ്ട്. അതെന്തല്ല? തിരുവചനമല്ല. പ്രവാചകന്മാർ ദൈവത്തോട് തങ്ങളുടെ പരാതികൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തല്ല? തിരുവെഴുത്തുകൾ അല്ല. നമ്മൾ അതിനെ എവിടെ കൊണ്ടുവരുന്നു? എഴുത്തുകളുടെ കൂട്ടത്തിൽ കൊണ്ടുവരുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ്, ദ വേർഡ്സ് മെൻഷൻ അബൌട്ട് ജനറൽ ടോപ്പിക്സ്. സാധാരണമായ കാര്യങ്ങളെക്കുറിച്ചുള്ള എഴുത്തുകളുണ്ട്. ഓക്കെ, ജനറൽ മാറ്റേഴ്സ്, ജനറൽ ടോപ്പിക്സ് ഉണ്ട് ബൈബിളിനകത്ത്. ഓക്കെ, ഇസ്രായേൽ മക്കളുടെ ചരിത്രം എവിടെയുണ്ട്? വേദപുസ്തകത്തിലുണ്ട്, ഇല്ലേ? ഓരോ രാജാക്കന്മാരുടെ ചരിത്രം, അവരുടെ വീഴ്ചകൾ, അവരുടെ ഭരണം, അവർ നടത്തിയ യുദ്ധങ്ങൾ, ഇതെല്ലാം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതെന്തല്ല? തിരുവെഴുത്തല്ല, ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന വചനമല്ല. പിന്നെന്താണ്? അത് ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്, യുദ്ധങ്ങളുടെ ചരിത്രമാണ്. ഇത് തമ്മിൽ നിങ്ങൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ എവിടെ ആയിരിക്കും? എഴുത്തുകളിലായിരിക്കും. ഒരിക്കലും നമ്മൾ എവിടെ വരുത്തില്ല? തിരുവെഴുത്തിൽ വരുത്തില്ല. ഇതും ഭയങ്കരമായ മാനുഷികവും സാത്താനികവുമായ തന്ത്രമാണ്.
വേദപുസ്തകം എടുക്കുന്ന വ്യക്തികൾ പോലും എവിടെയാണ് നിൽക്കുന്നത്? എഴുത്തുകളിലാണ്. പ്രവാചകന്മാരുടെ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളൊക്കെ ഉണ്ട്. രാജാക്കന്മാരുടെ യുദ്ധങ്ങളും വീര്യപ്രവൃത്തികളൊക്കെ ഉണ്ട്. നമ്മൾ അതായിരിക്കും എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. എങ്ങോട്ട് വരത്തില്ല? തിരുവെഴുത്തുകളിലേക്ക് ഒരിക്കലും വരത്തില്ല. അത് പിശാചിന്റെ മറ്റൊരു തന്ത്രമാണ്. ദാവീദും ഗോലിയാത്തും വേദപുസ്തകത്തിലുള്ള ചരിത്രമാണ്. അത് അവിടെ എഴുതപ്പെടേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അത് പ്രസംഗിക്കാനുള്ളതല്ല. മനസ്സിലാകുമോ? അതെന്തല്ല? തിരുവെഴുത്തല്ല. അത് നാം അറിയേണ്ട കാര്യമാണ്. ഓക്കെ, അതിന്റെ ഗുണങ്ങളെ കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം. ഏലിയാവിന്റെ വീര്യപ്രവൃത്തികൾ പുസ്തകത്തിലുണ്ട്. പക്ഷെ അതെന്തല്ല? ഹോളി സ്ക്രിപ്ചർ അല്ല, ദൈവം പറഞ്ഞ പദങ്ങളല്ല. അതൊരു ചരിത്ര സംഭവമാണ്. ദൈവം ഏലിയാവിന് കാക്ക അയച്ച് അപ്പം കൊടുത്തു. അതൊരു ചരിത്ര സംഭവമാണ്. അതെന്തല്ല? ഹോളി സ്ക്രിപ്ചർ അല്ല. വ്യത്യാസം കഴിക്കാൻ പറ്റുമോ? അങ്ങനെ വേദപുസ്തകത്തിൽ സാമാന്യമായ ഒത്തിരി കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം അവിടെ ആവശ്യമാണെങ്കിൽ പോലും അതെന്തല്ല? വിശുദ്ധ തിരുവെഴുത്തല്ല. ഇനി ഇവിടുത്തെ കുഴപ്പം, മിക്കപ്പോഴും നാം തിരുവെഴുത്തുകളെ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ചർച്ചാ വിഷയം, നമ്മുടെ പ്രസംഗ വിഷയം എന്തായിരിക്കും? ഈ കഥകളും ചരിത്രങ്ങളുമായിരിക്കും. പഴയ ഉടമ്പടിയിലുള്ള വീരപുരുഷന്മാരുടെ ജീവിതകഥകളായിരിക്കും. നാം ഒരിക്കലും എങ്ങോട്ട് വരത്തില്ല? തിരുവെഴുത്തിലേക്ക് വരത്തില്ല. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം ഏതെങ്കിലും സഭകളിൽ പ്രസംഗിക്കുമോ? മനസ്സിലായില്ല. ദൈവരാജ്യത്തിന്റെ തത്വങ്ങളാണ്, അല്ലേ? അതെന്താണ്? തിരുവെഴുത്ത. അത് പ്രസംഗിച്ചാൽ വിവരമറിയും, പ്രസംഗിക്കുന്നവനും കേൾക്കുന്നവനും. നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കുക. ഇവിടെ അപ്പനും അമ്മയ്ക്കും കൊടുക്കത്തില്ല, പിന്നെ ശത്രുവിന് കൊടുക്കുന്നത്. നിന്റെ ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേ ചെകിടും കൂടെ കാണിച്ചു കൊടുക്കുക. നിന്റെ പുതപ്പെടുക്കാൻ ആഗ്രഹിക്കുന്നവന് വസ്ത്രവും കൂടെ അങ്ങ് കൊടുക്കുക. നിന്നോട് വായ്പ ചോദിക്കുന്നവന് ഒഴിഞ്ഞു പോകരുത്, അവന് കൊടുക്കണം. ചോദിക്കുന്നവനും കൊടുക്കണം. അങ്ങനെ ദൈവരാജ്യത്തിന്റെ വ്യക്തമായ തത്വങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. തിരുവചനമാ, യേശു പറഞ്ഞതാ. അതാരെങ്കിലും പറയുമോ? എന്താ പറഞ്ഞാൽ നഷ്ടമുണ്ടാകും. നിനക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുക്കാൻ കൽപ്പനയുണ്ട്. അതാരെങ്കിലും പറയുമോ? എന്താ പറഞ്ഞാൽ നഷ്ടമുണ്ടാകും. ഇതൊന്നും പറയാതെ യേശു ചെയ്ത ചില അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. അതിങ്ങോട്ട് എടുക്കും, എന്നിട്ട് അതിനെ അങ്ങ് വ്യാഖ്യാനിക്കും. അതെന്തല്ല? തിരുവെഴുത്തല്ല. യേശു ചെയ്ത അത്ഭുതങ്ങൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതെന്തല്ല? തിരുവെഴുത്തല്ല. പിന്നെന്താണ്? നടന്ന ഒരു അത്ഭുതത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ശമര്യക്കാരന്റെ ഉപമയുണ്ട്, അതൊരു കഥയാട്ടോ. അതെന്താണ്? യേശു പറഞ്ഞതാണെങ്കിൽ എന്താണ്? ഒരു സ്റ്റോറിയാ. ആ സ്റ്റോറിക്ക് ഒറ്റ അർത്ഥമേ ഉള്ളൂ. എന്താണ്? നല്ല ശമര്യക്കാരൻ ചെയ്തതുപോലെ എന്ത് ചെയ്യണം? നീയും അപകടത്തിലിരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം? സഹായിക്കണം. അതല്ലേ ഉള്ളൂ അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഉപദേശം. ഇനി ഞാൻ എന്ത് ചെയ്യുക? ആ സ്റ്റോറി ഇങ്ങനെ എടുത്തിട്ട് അതിന് വ്യാഖ്യാനം കൊടുക്കുക. പണ്ട് ഞാനും അത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറയുന്നത്. നല്ല ശബരിക്കാരൻ ആരാണെന്ന് പറഞ്ഞു. അതാരാ? യേശുവ. പിന്നെ വഴിയരിയിൽ കിടന്ന ആ മനുഷ്യൻ ആരാണ്? അവൻ കള്ളന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട വ്യക്തി. എന്തുകൊണ്ട് അവൻ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു? അവൻ യെരൂശലേം വിട്ട് യെരിഹോയിലോട്ട് പോയിട്ടാ. യെരൂശലേം എന്താണ്? ദൈവത്തിന്റെ ഭവനം, അപ്പത്തിന്റെ ഭവനം, ദൈവത്തിന്റെ നഗരമാ. അത് വിട്ട്
ശാപഗ്രസ്തമായിരിക്കുന്ന എരിഹോയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് എന്തുണ്ടായി? പാപത്താൽ പിടിക്കപ്പെട്ടു, സാത്താനാൽ പിടിക്കപ്പെട്ടു. പിന്നെ വ്യാഖ്യാനം ഭയങ്കരമാണ്. പിന്നെ ശമരക്കാരൻ വന്നു. ഇനി അവൻ്റെ കഴുതയുടെ വ്യാഖ്യാനമാണ്. കഴുത ആരാ? പരിശുദ്ധാത്മാവാണ്. പിന്നെ വീഞ്ഞും എണ്ണയും അതിനെന്ത് കൊടുത്തു? വേറെ വ്യാഖ്യാനം കൊടുത്തു. അത് വചനമോ അഭിഷേക തൈലം എന്തോ ആയിക്കോട്ടെ. ഇനി സത്രം എവിടെയാണ്? സഭയാണ്. 2 വെള്ളിക്കാശ് കൊടുത്തു. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും. ഞാൻ മടങ്ങി വരുമ്പോൾ യേശുവിനെ മടങ്ങി വരവാക്കി. ഇത് വല്ലതും യേശു പറഞ്ഞതാണോ? കർത്താവിന് സ്വപ്നം കാണാൻ പറ്റുമെങ്കിൽ സ്വപ്നത്തിൽ പോലും കർത്താവ് ഈ കാര്യം കണ്ടിട്ടില്ല. കർത്താവിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്താണ്? ആരാണ് നിന്റെ അയൽക്കാരൻ? ആവശ്യത്തിലിരിക്കുന്നവനെ സഹായിക്കുന്നവനാണ് എന്ത്? അയൽക്കാരൻ. നീയും അതുപോലെ എന്ത് ചെയ്യണം. അത്ര മാത്രമേ ആ സ്റ്റോറിക്ക് അർത്ഥമുള്ളൂ. ഇനി ഉപമകളുണ്ട്. മിക്ക ഉപമകളും കർത്താവ് എന്താണ്? വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ട്. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ജനറലായിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് എന്തല്ല? വിശുദ്ധ തിരുവെഴുത്തുകൾ അല്ല, അത് എഴുത്തുകളാണ്. ശമൂവേലിന്റെ പുസ്തകത്തിനകത്ത് വെളിച്ചപ്പാട് ആത്മാവ് കൊണ്ട് പ്രവചിക്കുന്ന സ്ത്രീയുടെ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തല്ല? തിരുവെഴുത്തല്ല. വെളിച്ചപ്പാട് ആത്മാവിനാൽ അവൾ പറഞ്ഞ കാര്യം അവിടെ അതേപടി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതെന്തല്ല? തിരുവെഴുത്തല്ല, ഒരു എഴുത്ത് മാത്രമാണ്. ആമേൻ. വേദപുസ്തകത്തിനകത്ത് ഇങ്ങനെ 2 കൂട്ടം കാര്യങ്ങളുണ്ട്. ഒന്ന് വിശുദ്ധ തിരുവെഴുത്തുകളും മറ്റൊന്ന് എഴുത്തുകളും. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന്റെ ആത്മാവാണ് ഇത് രണ്ടിനെയും കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത്. രണ്ടിനും അതിൻ്റെതായിരിക്കുന്ന പ്രയോജനമുണ്ടെന്ന് മറന്നു പോകരുത്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ ആത്മീയ അഭിവൃദ്ധി വേണമെങ്കിൽ നിങ്ങൾ തിരുവെഴുത്തുകളിലേക്ക് ഇറങ്ങി വരണം. തിരുവെഴുത്തുകൾക്ക് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ ആത്മീയ അഭിവൃദ്ധി നൽകാൻ പറ്റുകയുള്ളൂ. മറ്റേ എഴുത്തുകൾ ആവശ്യമല്ലേ? യെസ്, ദൈവമാണ് അതവിടെ വെച്ചിരിക്കുന്നത്. അതിന് അതിൻ്റെതായിരിക്കുന്ന പ്രയോജനമുണ്ട്. ഞാൻ അടുത്ത സെഷനിൽ ഈ വിശുദ്ധ തിരുവെഴുത്തുകളുടെയും എഴുത്തുകളുടെയും പ്രയോജനം പറയും. അപ്പോൾ കുറച്ചും കൂടെ കാര്യം വ്യക്തമാകും. യേശു പറഞ്ഞു, നിങ്ങൾ എന്ത് കേൾക്കുന്നുവെന്ന് സൂക്ഷിക്കണം. എന്ത് കേൾക്കണം? ആത്മീയ അഭിവൃദ്ധി നൽകുന്ന വചനം കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ നിലയിൽ ആത്മീയ അഭിവൃദ്ധി തരാത്ത ഒരു പ്രസംഗങ്ങളും കേൾക്കരുത്. ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകളും കഥനകഥകളും എന്ന് വേണ്ട ചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പഠിപ്പിക്കലുകൾ നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ആത്മാവ് ഞെരുങ്ങിപ്പോകത്തതേയുള്ളൂ. ആമേൻ. ആത്മീയ അഭിവൃദ്ധി നൽകുന്ന തിരുവെഴുത്തുകളാണ് നാം അധികം പ്രാധാന്യം കൊടുക്കേണ്ടത്. ദൈവം നമ്മോട് പറഞ്ഞ വചനങ്ങൾ, നേരിട്ട് പറഞ്ഞ വചനങ്ങൾ, ദൈവദാസന്മാരിലൂടെ നമ്മോട് പറഞ്ഞ തിരുവെഴുത്തുകൾ, ദൈവദാസന്മാർ ദൈവത്തെക്കുറിച്ച് വെളിപ്പാടിനെ പ്രാപിച്ച എഴുത്തുകൾ, അതെല്ലാം എന്താണ്? തിരുവചനങ്ങളാണ്. ഓക്കെ. ഇതിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യം, ദീസ് സ്ക്രിപ്ചേഴ്സ് റിവീൽ ഹൂ ഗാഡ് ഈസ്. ദൈവം ആരാണെന്ന് ഈ തിരുവെഴുത്തുകൾ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. ഓക്കെ. എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനങ്ങൾ, എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ എന്നെ വെളിപ്പെടുത്തും. ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തും. ഞാൻ എത്ര എന്നെ മറച്ചു വച്ചാലും എൻ്റെ വാക്കുകൾ ക്രമേണ എന്നെ എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. അതുപോലെ ദൈവത്തിൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട വാക്കുകൾ ദൈവത്തെ എന്ത് ചെയ്യുന്നു?
വെളിപ്പെടുത്തുന്നു. അവൻ്റെ സ്വഭാവങ്ങൾ, അവൻ്റെ ഗുണവിശേഷങ്ങൾ, ദൈവത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള നന്മകൾ, അവൻ ആരാണെന്നുള്ളത് എന്ത് ചെയ്യുന്നു? ഈ വിശുദ്ധ തിരുവെഴുത്തുകൾ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. രണ്ടാമത്, ഈ തിരുവെഴുത്തുകൾ ദൈവത്തിൻ്റെ പ്രധാനമായ സന്ദേശത്തെ വെളിപ്പെടുത്തുന്നു. ഓക്കെ, all these scriptures reveal the message of God. എന്താ ദൈവത്തിൻ്റെ സന്ദേശം അഥവാ ദൈവത്തിൻ്റെ മർമ്മം? രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നു. അഥവാ ദൈവത്തിൻ്റെ മാനവജാതിയെക്കുറിച്ചുള്ള ഇഷ്ടങ്ങളെ, ഹിതത്തിൻ്റെ ആലോചനയെ വെളിപ്പെടുത്തുന്നു. നമ്മെക്കുറിച്ചുള്ള അവൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തുന്നു. എന്താണത്? നാം അവൻ്റെ രാജ്യവും അവൻ്റെ തേജസ്സും പ്രാപിക്കുക എന്ന സന്ദേശം. ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ ഈ തിരുവെഴുത്തുകൾ നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശത്തെയും ദൈവിക സന്ദേശത്തെയും എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുകയാണ്. മൂന്നാമതായി, they give us life and spirit. ഈ തിരുവെഴുത്തുകൾ നമുക്ക് ജീവനും ആത്മാവിനെയും തരുന്നു. ആമേൻ. തിരുവെഴുത്തുകൾക്കകത്ത് എന്തുണ്ട്? ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ആത്മാവുമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ജീവനും ആത്മാവുമാകുന്നു. യേശു കർത്താവ് പറഞ്ഞ ഓരോ വചനത്തിനകത്തും എന്തുണ്ട്? ദൈവത്തിൻ്റെ ജീവനുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. പത്രോസ് ചോദിക്കുന്നു, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ആമേൻ. അപ്പോൾ ഓരോ തിരുവെഴുത്തുകളും ദൈവത്തിൻ്റെ ജീവനാലും ദൈവത്തിൻ്റെ ആത്മാവിനാലും നിറയ്ക്കപ്പെട്ടതാണ്. ഓക്കെ, തുടർന്നുള്ള ക്ലാസ്സുകളിൽ എങ്ങനെ ഈ വചനത്തിനകത്ത് നിന്നും ജീവനെയും ആത്മാവിനെയും പ്രാപിക്കാമെന്ന് ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ തിരുവെഴുത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്? ജീവൻ പ്രാപിക്കാൻ, ആത്മനിറവിനെ പ്രാപിക്കാനായിട്ട് നമുക്ക് തിരുവെഴുത്തുകൾ ആവശ്യമുണ്ട്. ഓക്കെ, മറ്റൊന്ന്, they make one wise for salvation. ഒരുവനെ രക്ഷയ്ക്കായി ജ്ഞാനിയാക്കുന്നതാണ് ഈ തിരുവെഴുത്തുകൾ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുണ്ടല്ലോ, ആ രക്ഷയ്ക്ക് ആവശ്യമുള്ള ജ്ഞാനം നാം പ്രാപിക്കുന്നത് തിരുവെഴുത്തുകളിൽ നിന്നാണ്. ഓക്കെ, തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനത്തിൽ 3-ാം അധ്യായം 15-ാം വാക്യം, നീ പഠിച്ചും, ഓക്കെ, വാക്യം 14, ഓക്കെ, നീയോ ഇന്നവരോട് പഠിച്ച് എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. എന്താണ്? രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകൾ. അപ്പോൾ തിരുവെഴുത്തുകൾ ഒരുവനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നു, അല്ലേ? നമ്മളെങ്ങനെ രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കിയത്? തിരുവെഴുത്ത് കേട്ടപ്പോഴാണ്. ഏതെങ്കിലും കഥകൾ കേട്ടാൽ, ദാവീദിന്റെയും ഗോലിയാത്തിന്റെയൊക്കെ കഥകൾ കേട്ടാൽ ഒരു വ്യക്തിയും രക്ഷയ്ക്ക് ജ്ഞാനിയാകത്തില്ല, അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടത്തില്ല. തിരുവെഴുത്തുകളാണ് നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കി തീർക്കുന്നത്. മാത്രമല്ല, ഈ തിരുവെഴുത്തുകൾ നമ്മെ രക്ഷയ്ക്കായി വളർത്തിയെടുക്കുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം 2-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അപ്പോൾ തിരുവെഴുത്ത്, ദൈവത്തിൻ്റെ വചനം നമ്മെ രക്ഷയിലേക്ക് എന്ത് ചെയ്യുന്നു? രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? വളർത്തുന്നു. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നു,
അപ്പോൾ തന്നെ രക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യുന്നു? വളർത്തുന്നു. അവിടെ രക്ഷയ്ക്കായി വളരുക എന്ന് പറഞ്ഞാൽ അത് രക്ഷയുടെ പൂർണ്ണതയെക്കുറിച്ച് പറയുകയാണ്. രക്ഷയുടെ അന്തം എന്താണ്? നമ്മുടെ ശരീരത്തെയും കൂടെ വീണ്ടെടുത്ത് നിത്യ തേജസ് പ്രാപിക്കുമ്പോഴാണ് രക്ഷ പൂർണ്ണമാകുന്നത്. ആ രക്ഷയുടെ പൂർത്തീകരണത്തിനു വേണ്ടി, അഥവാ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ തേജസ്കരണത്തിനു വേണ്ടി നമുക്ക് എന്തുണ്ട്? ഒരു വലിയ വളർച്ചയുണ്ട്. അതിന് നമുക്ക് എന്താവശ്യമുണ്ട്? തിരുവെഴുത്തുകൾ, ഹോളി സ്ക്രിപ്ചർ, ദൈവവചനം നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ. മറ്റൊന്ന്, നമ്മെ വിശുദ്ധീകരിക്കുവാൻ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? തിരുവെഴുത്തിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ കേൾക്കുന്ന കഥകളും ചരിത്രങ്ങളും ഒന്നും നിങ്ങളെ വിശുദ്ധീകരിക്കത്തില്ല. എന്നാൽ തിരുവചനം നമ്മുടെ അകത്തിറങ്ങി വരുമ്പോൾ ആ വചനം നമ്മെ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കാൻ തുടങ്ങും. ഓക്കെ. മറ്റൊന്ന്, ഈ തിരുവചനങ്ങൾ നമ്മുടെ മനസ്സിനെ നവീകരിക്കാൻ തുടങ്ങും. ഓക്കെ. നിങ്ങൾക്ക് രക്ഷയ്ക്കായി വളരണമെങ്കിൽ, വിശുദ്ധിയിലേക്ക് വളരണമെങ്കിൽ ഏറ്റവും ആദ്യത്തെ പടി നമ്മുടെ മനസ്സിൻ്റെ നവീകരണമാണ്. മനസ്സിനെ പുതുക്കണം. ആമേൻ. മനസ്സ് പുതുക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകത്തില്ല? രൂപാന്തരം ഉണ്ടാകത്തില്ല. ഓക്കെ. അങ്ങനെ മനസ്സ് പുതുക്കപ്പെടണമെങ്കിൽ നമുക്ക് ശരിയായ രീതിയിലുള്ള ദൈവവചനത്തിൻ്റെ അഭ്യസനം ആവശ്യമാണ്. ഓക്കെ. ലോകത്തിൽ നിങ്ങൾ നേടുന്ന വിദ്യാഭ്യാസം നിങ്ങളുടെ മനസ്സിനെ പുതുക്കത്തില്ല. ഓക്കെ. നിങ്ങൾ നേടുന്ന വിദ്യാഭ്യാസം നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഉണ്ടാക്കും, നല്ലൊരു ജീവിത നിലവാരം ഉണ്ടാക്കുമെങ്കിലും നിങ്ങളുടെ സ്വഭാവത്തെ ഒന്നും രൂപാന്തരപ്പെടുത്തത്തില്ല. എന്നാൽ തിരുവചനം ശരിയായ രീതിയിൽ നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിന് എന്ത് ചെയ്യും? അത് നവീകരിക്കും. നിങ്ങളുടെ തോട്ട് പാറ്റേൺ പൂർണ്ണമായി മാറ്റും. നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിത്തീരും. വചനം പറയുന്നു, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. എന്താണ്? ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. ആ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിന് എന്താവശ്യമുണ്ട്? തിരുവചനം നമുക്ക് ആവശ്യമുണ്ട്. മാത്രമല്ല, നമ്മെ യേശുവിനെ പോലെ തികഞ്ഞ പുരുഷത്വത്തിലേക്ക് ദൈവം വളർത്തിയെടുക്കുകയാണ്. നേരത്തെ പറഞ്ഞു, ഭൂമിയിൽ ജീവിച്ചതിൽ ഏക സമ്പൂർണ്ണ മനുഷ്യൻ ആര് മാത്രമാണ്? യേശു കർത്താവാണ്. ആ യേശു കർത്താവിൻ്റെ പൂർണ്ണതയിലേക്ക്, അവൻ്റെ പുരുഷത്വത്തിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്നതാണ് രക്ഷയുടെ മറ്റൊരു പ്രധാന ഭാഗം. ആ പൂർണ്ണതയിലേക്ക് വളർത്തിയെടുക്കുവാൻ എന്തിൻ്റെ ആവശ്യമുണ്ട്? തിരുവചനത്തിൻ്റെ ആവശ്യമുണ്ട്. മറ്റൊന്ന്, പാപത്തിൻ്റെ മേലും ലോകത്തിൻ്റെ മേലും ജഡത്തിൻ്റെ പ്രവൃത്തികളുടെ മേലും പിശാചിൻ്റെ പരീക്ഷയുടെ മേലൊക്കെ ജയം പ്രാപിച്ച് ജയാളികളായി തീരുവാൻ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? തിരുവെഴുത്തുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആത്മീയ ജീവിതത്തിൻ്റെ സമീകൃതമായ വളർച്ചയ്ക്ക് നമുക്ക് ശരിയായ നിലയിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്? തിരുവെഴുത്തുകളുടെ ആവശ്യമുണ്ട്. അത് നാം ആദ്യം പറഞ്ഞ ആ ഗ്രൂപ്പിൽപ്പെട്ടതാണ് അല്ലേ? ദൈവം നമ്മോട് നേരിട്ട് പറഞ്ഞ വചനങ്ങൾ, ദൈവദാസന്മാരിലൂടെ ദൈവം പറഞ്ഞ വചനങ്ങൾ, ഈ ദൈവദാസന്മാർ ദൈവത്തെക്കുറിച്ച് വെളിപ്പാടിനെ പ്രാപിച്ച് എഴുതി വെച്ച വചനങ്ങൾ, ഇത് നാം സ്വീകരിക്കുമ്പോൾ നമ്മെ ഈ ദൈവകൃപയിലേക്ക് ഇത് വളർത്തിയെടുക്കും. ഓക്കെ. ഇനി രണ്ടാമത് റൈറ്റിങ്സ് ആണ്, എഴുത്തുകളാണ്. ഓക്കെ. എഴുത്തുകളുടെ പ്രാധാന്യം എന്താണ്? 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങളെ ഒരു വാക്യം കാണിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം വാക്യം 11. തൊട്ടു മുകളിൽ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ദൈവത്തെ പരീക്ഷിച്ച് പാപം ചെയ്ത് വിശ്വാസത്തിൽ നിന്നും വീണുപോയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുക. ഓക്കെ. ഇസ്രായേൽ മക്കളുടെ വീഴ്ചയെക്കുറിച്ചാണ്
10-ാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിച്ചു, വ്യഭിചാരം ചെയ്തു, ഇല്ലേ, ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തിനെതിരെ പിറുപിറുത്തു. അവർ ദൈവത്തെ പലവട്ടം പരീക്ഷിച്ച് അങ്ങനെ ദൈവം പറഞ്ഞ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയാതെ ആ തലമുറ മുഴുവനും മരുഭൂമിയിൽ മരിച്ചു വീണു. ആ ചരിത്രം രേഖപ്പെടുത്തിയിട്ട് വാക്യം 11 പറയാണ്, ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ഓക്കെ, ലോക അവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ പരാജയം, അവരുടെ വീഴ്ച ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമുക്കൊരു ബുദ്ധി ഉപദേശമാണ്. എന്താ അർത്ഥം? നാമും നിത്യരക്ഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരല്ലേ? ഇസ്രായേൽ മക്കൾ ഈ ഭൂമിയിലെ ഒരു വാഗ്ദത്ത നാടിനു വേണ്ടി വിളിക്കപ്പെട്ടെങ്കിൽ നാമോ പുതിയ ഭൂമിക്കായി, പുതിയ ജെറുസലേമിനായി, നിത്യ ലോകം, നിത്യരാജ്യം പ്രാപിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടു അവരുടെ അനുസരണക്കേടിനാൽ, മത്സരത്താൽ. അതുപോലെ നാമും വീണു പോകുവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇസ്രായേൽ മക്കളുടെ ചരിത്രവും വീഴ്ചകളും വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് നമുക്കെന്താണ്? ബുദ്ധിപദേശമാണ്. അത് നോക്കി നാം പഠിച്ചോണം. ഇസ്രായേൽ മക്കളുടെ വീഴ്ച നോക്കി നാം എന്ത് ചെയ്യണം? പഠിക്കണം. അതുപോലെ വീഴാൻ വേണ്ടിയല്ല, പിന്നെന്താണ്? വീഴാതിരിപ്പാൻ ബുദ്ധി ഉപദേശത്തിനായിട്ട് അത് എഴുതി വച്ചിരിക്കുകയാണ്. നോക്കിയേ, ദാവീദിന്റെ വീഴ്ച, അദ്ദേഹത്തിന്റെ പാപപ്രവൃത്തികളൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ദാവീദിന്റെ വീഴ്ച, അദ്ദേഹത്തിന്റെ പാപം വളരെ വിശദമായ രീതിയിൽ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്? നമുക്കൊരു ബുദ്ധിപദേശമാണ്. ആമേൻ. ദാവീദിനെ പോലെ നാം വീഴാൻ സാധ്യതയുണ്ട്. അത് എഴുതി വച്ചിരിക്കുന്നത് അത് വീഴാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ദാവീദിന്റെയും ശൗലിന്റെയും വീഴ്ചകളെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ശൗൽ രാജാവിന്റെ വീഴ്ചകൾ. ദാവീദിന്റെ പാപത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനിലൂടെ ഇടപെട്ടപ്പോൾ പരസ്യമായി തന്റെ ജനത്തിന്റെ മുമ്പിൽ അവൻ സിംഹാസനം വിട്ടിറങ്ങി വന്ന് നിലത്തു വീണ് നിലവിളിച്ച് അനുദപിച്ച് പാപങ്ങളേറ്റു പറഞ്ഞ് ഉടൻ സൗഖ്യം പ്രാപിച്ചു. അത് എഴുതി വച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ഏത് സ്ഥാനത്ത് നിൽക്കുന്നെങ്കിലും വീഴ്ച വന്നാൽ ദാവീദിന്റെ മനോഭാവം നമുക്ക് ആവശ്യമാണ്. എന്നാൽ ശൗലിന്റെ വീഴ്ച എഴുതി വെച്ചിരിക്കുക. ശൗൽ പാപം ചെയ്തു. അതേ പ്രവാചകൻ വന്ന് അവന്റെ പാപത്തെ വെളിപ്പെടുത്തിയപ്പോൾ അവൻ പറഞ്ഞു, ജനത്തെ വിചാരിച്ച് നീ എൻ്റെ കൂടെ വരണം, നീ ജനത്തിന്റെ മുമ്പാകെ എന്നെ മാനിക്കണം, എന്റെ പാപത്തെ ജനത്തിന്റെ മുമ്പാകെ വെളിപ്പെടുത്തരുത്. ശൗൽ ഒരിക്കൽ പോലും എന്ത് ചെയ്തില്ല? തന്റെ പാപത്തെ അനുദപിച്ചില്ല. അവൻ തന്റെ സ്ഥാനത്തിനു വേണ്ടി, തന്റെ പ്രശസ്തിക്കു വേണ്ടി മാത്രം നിന്നു. ദൈവം അവൻ എന്ത് ചെയ്തു? കൈവിട്ടു. അത് എഴുതി വെച്ചിരിക്കുന്നത് നമുക്കെന്താണ്? ബുദ്ധി ഉപദേശമാണ്. പക്ഷെ നിങ്ങൾ ആ കഥ വായിച്ചാൽ അത് നിങ്ങളെ രക്ഷയ്ക്ക് ജ്ഞാനിയൊന്നും ആക്കത്തില്ല. അതിനകത്ത് എന്തില്ല? ജീവനും ആത്മാവുമില്ല. ഇതെന്റെ വിഷയം. തിരുവെഴുത്തുകൾക്കകത്ത് എന്തുണ്ട്? ദൈവത്തിന്റെ വായിൽ നിന്നും പുറപ്പെട്ടു വന്ന വചനത്തിനകത്ത് എന്തുണ്ട്? ജീവനും ആത്മാവുമുണ്ട്. അതിനെ വിഭജിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ദൈവജീവൻ നിറയും. പക്ഷേ ദാവീദിന്റെ വീഴ്ചയും അദ്ദേഹത്തിന്റെ അനുതാപവും ശൗലിന്റെ വീഴ്ചയും അദ്ദേഹത്തിന്റെ അനുതാപമില്ലായ്മയും വായിച്ചാൽ നമുക്ക് ബുദ്ധിപദേശം ലഭിക്കും, ചില മോറൽ ടീച്ചിങ് ലഭിക്കും, ധാർമ്മികമായ ഉപദേശങ്ങൾ ലഭിക്കും. പക്ഷേ അതിനകത്ത് എന്തില്ല? ദൈവജീവനും ആത്മാവും നിറഞ്ഞിരിപ്പില്ല. കണ്ട വ്യത്യാസം കണ്ടോ? ഈ എഴുത്തുകളും തിരുവെഴുത്തുകളും നമുക്ക് ആവശ്യമാണ്. രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്.
പക്ഷേ യേശു പറഞ്ഞു, നിങ്ങൾ എന്തു കേൾക്കുന്നുവെന്ന് സൂക്ഷിക്കണം. എന്ത് കേൾക്കണം? നമുക്ക് ആത്മീയാഭിവൃദ്ധി വരുത്തുന്ന, രക്ഷയ്ക്കു വേണ്ടി നമ്മളെ വളർത്തിയെടുക്കുന്ന, നമ്മെ സമ്പൂർണമായി വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ എഴുത്തുകൾ, തിരുവെഴുത്തുകൾ, ദൈവവചനം നാം അധികമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഹാഗാറിന്റെ ജീവിതകഥ, അവരുടെ ദയനീയമായ ജീവിതത്തിന്റെ ചിത്രം, അവിടെ നിലവിളി പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ദൈവം അവൾക്ക് വേണ്ടി എന്ത് ചെയ്തു? അവിടെ മുമ്പിൽ തന്നെ ഒരു ഉറവ തുറന്നുകൊടുത്തു. അവളെ, കുഞ്ഞിനെയും എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അത് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് നമുക്കൊരു ഉദാഹരണമായിട്ടാ, നമുക്കൊരു ദൃഷ്ടാന്തമായിട്ടാ. നിങ്ങളിൽ ആരെങ്കിലും ഹാഗാറിന്റെ സ്ഥാനത്തായിരിക്കുന്നെങ്കിൽ, ഹാഗാറിനു വേണ്ടി പ്രവർത്തിച്ച ദൈവം നിങ്ങൾക്കും വേണ്ടി എന്ത് ചെയ്യും? പ്രവർത്തിക്കും. പക്ഷെ അതെന്തല്ല, ഒരു ഉപദേശമല്ല. ഹാഗാറിന്റെ അനുഭവം എല്ലാവർക്കും ഉപദേശമല്ല. ഹാഗാറിന്റെ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അതെന്താണ്? ഒരു പാഠമാണ്, ഒരു അനുഭവമാണ്. ദൈവം എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും. ഹാനയുടെ അനുഭവം, അവൾക്ക് മക്കളില്ലായിരുന്നു, അവൾ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവൾക്ക് എന്ത് ചെയ്തു? മക്കളെ കൊടുത്തു. അത് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുക. എന്തിനു വേണ്ടിയാ? അത് നിങ്ങൾക്കൊരു ഉത്തേജനമാണ്. നിങ്ങൾ ഹാനയുടെ അവസ്ഥയിലാണെങ്കിൽ, ഹന്നയുടെ പ്രാർത്ഥന കേട്ട് അവൾക്ക് മക്കളെ കൊടുത്ത ദൈവം നിങ്ങൾക്ക് എന്ത് ചെയ്യും? മക്കളെ തരും. മനസ്സിലാകുന്നുണ്ടോ? വേദപുസ്തകത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് ബുദ്ധിപദേശമാണ്, നമുക്കൊരു ഉത്തേജനമാണ്. അത് നമ്മെ എന്ത് ചെയ്യും? ഉത്സാഹിപ്പിക്കുന്നതാണ്. ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും യുദ്ധം പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ ദാവീദിന്റെ വിശ്വാസം നമുക്കെന്തുണ്ടാക്കും? ഒരു ബലം നൽകും. എത്ര വലിയ ശത്രു വന്നാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ശത്രുവിനെ നമുക്ക് പരാജയപ്പെടുത്താൻ, പിശാചിന്റെ മേൽ നമുക്ക് വലിയൊരു അധികാരമുണ്ട്, ജയമുണ്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തെ അതെന്ത് ചെയ്യും? ഉറപ്പിക്കും. അതിലുപരി അത് പ്രസംഗിക്കാൻ വേണ്ടിയുള്ള കാര്യമല്ല, കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആമേൻ. പഴയ ഉടമ്പടിയിലെ അത്ഭുതങ്ങൾ എടുത്ത് നോക്കുക, പുതിയ ഉടമ്പടിയിലെ അത്ഭുതം നോക്കുക. നിങ്ങൾക്കും ഒരു അത്ഭുതം ആവശ്യമുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും. ഇതെല്ലാം പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമ്മുടെ ബുദ്ധിപദേശത്തിനും, നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുവാനും, നമ്മെ ആശ്വസിപ്പാനും, നമ്മെ നടത്തുവാനും വേണ്ടിയാ. എന്നാൽ ഈ എഴുത്തുകളിൽ എന്തില്ല? അതിനെ വിഭജിച്ചാൽ അതിനകത്ത് എന്തില്ല? ദൈവജീവനും ആത്മാവും അടക്കം ചെയ്തിട്ടില്ല. അത് നിങ്ങൾ രക്ഷയ്ക്ക് എന്ത് ചെയ്യത്തില്ല? ജ്ഞാനിയാക്കത്തില്ല. അബ്രഹാമിന്റെ ജീവിതകഥ, അവൻ എങ്ങനെ ദൈവത്തിന്റെ സ്നേഹിതനായി തീർന്നു, അത് വായിക്കുമ്പോൾ പരീക്ഷയും പരിശോധനകളെയും ജയിപ്പാൻ നിങ്ങൾക്ക് എന്താണ്? ഒരു ബലമായി. യോബിന്റെ കഷ്ടത, എത്ര വലിയ കഷ്ടത അനുഭവിച്ചു, അവൻ അതിനെ എന്ത് ചെയ്തു? അതിജീവിച്ചു. അത് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുക. നിങ്ങളിൽ ആരെങ്കിലും യോബിനെ പോലെ ജീവിതത്തിൽ കഷ്ടമനുഭവിക്കുന്നെങ്കിൽ ഒരു വലിയ ആശ്വാസമുണ്ട്. യോബിനെ കർത്താവ് വിടുവിച്ചതുപോലെ നിങ്ങളെയും എന്ത് ചെയ്യും? വിടുവിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ദൈവപുരുഷന്മാരുടെ ജീവിതങ്ങൾ, ജീവിത അനുഭവങ്ങൾ, അവരുടെ ദൈവം ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളൊക്കെ ഇന്നും ദൈവം എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി ചെയ്യും. അവരുടെ വീഴ്ചകൾ, അവരുടെ ഉയർച്ചകൾ എല്ലാം നമുക്ക് ബുദ്ധിപദേശമാണ്, നമുക്ക് ദൃഷ്ടാന്തമാണ്. അതിന് അതിൻ്റെതായിരിക്കുന്ന പ്രാധാന്യം ഉണ്ട്. എന്നാൽ നമ്മെ ശരിയായ രീതിയിൽ രക്ഷയ്ക്കായി വളർത്തിയെടുക്കുവാൻ, നമ്മെ ക്രിസ്തുവിൻ്റെ തലയോളം വളർത്തിയെടുക്കുവാൻ, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവിലെത്തിക്കുവാൻ തിരുവെഴുത്തുകൾക്ക് മാത്രമേ ശക്തിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിന് രണ്ടായിട്ട് അങ്ങ് തിരിച്ചു വെച്ചത്. പക്ഷെ ഇന്നത്തെ കുഴപ്പം, നാം തിരുവെഴുത്തുകളെ നോക്കാറില്ല, തിരുവെഴുത്തുകളെ പഠിപ്പിക്കാറില്ല. 95% പ്രസംഗങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ അവസാനം പറഞ്ഞ എഴുത്തുകൾക്കാണ്. നിങ്ങൾക്ക് മനസ്സിലായും പറഞ്ഞത്?
ചരിത്രങ്ങളും കഥകളും സംഭവങ്ങളും അത്ഭുതങ്ങളും ഒക്കെ എടുത്ത്, അല്ലെങ്കിൽ ചരിത്ര പുരുഷന്മാരെ എടുത്ത് അവരുടെ ജീവിതങ്ങളെ നാം അങ്ങ് പ്രസംഗിക്കുകയാണ്. അത് നല്ലതാണ്. പക്ഷെ അതൊന്നും നമ്മെ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കത്തക്കുന്ന രീതിയിൽ പണിതെടുക്കത്തില്ല. രക്ഷയ്ക്ക് നിങ്ങളെ ജ്ഞാനിയാക്കത്തില്ല. അത് കേൾക്കുമ്പോൾ ഒരു ഉത്തേജനം ലഭിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഉത്സാഹം ലഭിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ആമേൻ. നാം കേൾക്കേണ്ട ദൈവത്തിന്റെ സന്ദേശമാണ്. ദൈവരാജ്യത്തിൻ്റെയും നിത്യരക്ഷയുടെയും നിത്യ തേജസ്സിൻ്റെയും സന്ദേശങ്ങളാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. പറയുന്നു, ക്രിസ്തുവിനെ കുറിച്ചുള്ള ക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനം പിന്നെയും ഇടാതെ ഇല്ലേ പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ നാം ശ്രമിക്കുക. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള രക്ഷയുടെയും നീതിയുടെയും സ്നാനത്തിന്റെയും മാനസാന്തരത്തിന്റെയും വിശ്വാസത്തിൻ്റെതുമായ അടിസ്ഥാന ഉപദേശങ്ങളെ പോലും വിട്ടിട്ട് നാം എന്ത് ചെയ്യണം? പരിജ്ഞാന പൂർത്തിയിലേക്ക് പോകണം. ഓക്കെ, ദൈവസഭയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം എന്താ കേട്ടത്? വിശ്വാസവും മാനസാന്തരവും സ്നാനവും ആത്മസ്നാനവും അല്ലേ, നിത്യശിക്ഷാവധിയൊക്കെ കേട്ടത്. അത് ക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ ആദ്യപാഠങ്ങളാണ്. അതിനെ വിട്ടിട്ട് എന്ത് ചെയ്യണം? പരിജ്ഞാന പൂർത്തിയിലേക്ക് വരണം. അപ്പോൾ പിന്നെ എവിടെയാ ദാവീദും ഗോലിയാത്തും നിൽക്കുന്നത്? എവിടാ ഏലിയാവിന്റെ കാക്കി നിൽക്കുന്നത്? മനസ്സിലായില്ല. നിങ്ങൾ സഭയിലാണെങ്കിൽ തുടക്ക നാളുകൾ എന്ത് കേട്ടു? രക്ഷയും വിശ്വാസവും നീതിയും ഒക്കെ മാനസാന്തരവും സ്നാനവും വിടുതലൊക്കെ കേട്ടു. ഇനി അത് വിട്ടിട്ട് എങ്ങോട്ട് പോകണം? മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ, പൂർണ്ണതയിലേക്ക് പോകണം. ക്രിസ്തുവിന്റെ സമ്പൂർണതയിലേക്ക് പോകണം. വലിയ വളർച്ചയാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എവിടെ ആ സഭയിൽ ഈ പഴയ ഉടമ്പടിയിലെ കഥകൾ പ്രസംഗിക്കാൻ സാധ്യത? അവ ജനത്തെ വിടുവിക്കുവോ? ജനത്തെ ക്രിസ്തുവിലേക്ക് വളർത്തിയെടുക്കുവോ? 150 സങ്കീർത്തനം എല്ലാ ഞായറാഴ്ചയും വായിച്ച് പ്രബോധിപ്പിച്ചാൽ ജനം വിടുവിക്കപ്പെടുമോ? 23 Psalms എന്തുവാ? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. അതിനെ ആരെങ്കിലും പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? പോരാ. അതിന് പ്രബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഏതൊരു വായനക്കാരനും എന്ത് ചെയ്യും? ഒറ്റ വായനയിൽ അങ്ങ് മനസ്സിലാകും. ഇനി അതിനകത്ത് നാം സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. യെസ്, എന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് സങ്കീർത്തനമായിരുന്നു. അന്ന് എനിക്ക് അവിടെ നിന്ന് ഒത്തിരി ആത്മീയമായ ഭക്ഷണം ലഭിച്ചു. പഴയ ഉടമ്പടി പുസ്തകങ്ങളിലെ ചരിത്രങ്ങളും കഥകളും ഒക്കെ എന്നെ ബലപ്പെടുത്തിയ സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് സങ്കീർത്തന പുസ്തകങ്ങൾ വായിക്കാൻ പറ്റത്തില്ല. സങ്കീർത്തന പുസ്തകം മോശമായതുകൊണ്ടല്ല. ഇന്ന് എൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ആത്മീയ ഭക്ഷണം എനിക്ക് എവിടെ ഇല്ല? സങ്കീർത്തനങ്ങളിലോ പഴയ ഉടമ്പടിയിലെ കഥാപുസ്തകങ്ങളിലോ ചരിത്ര പുസ്തകങ്ങളിലോ ഇല്ല. ഒരിക്കൽ അതെനിക്ക് ബലമായിരുന്നു. ഞാൻ ഒത്തിരി ആത്മീയ ചൈതന്യം അവിടെ നിന്ന് പ്രാപിച്ചിരുന്നു. ഇന്നെനിക്ക് റോമാലേഖനവും എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും എബ്രായ ലേഖനവും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വളരാൻ പറ്റത്തുള്ളൂ. ഇത് വ്യക്തമാണോ? ഒരിക്കൽ നിങ്ങൾക്ക് അതൊക്കെ ആവശ്യമായിരുന്നു. പക്ഷേ രക്ഷിക്കപ്പെട്ടിട്ട് 10 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾ സങ്കീർത്തനം പ്രബോധിപ്പിക്കുകയാണെങ്കിൽ കാര്യമായ കുഴപ്പമുണ്ട്. രക്ഷിക്കപ്പെട്ട് 10 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ദാവീദിനെയും ഗോലിയാത്തിനെയും കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രസംഗകനും കേൾവിക്കാരനിലും കാര്യമായ കുഴപ്പമുണ്ട്.
ഞാൻ കുറച്ച് നാൾ ആയിട്ട് ത്രിപുരയിലെ താമസം. അവിടെ ഈ പാട്ട് പാടുമ്പോൾ ഒരാൾ നയിക്കാൻ വേണ്ടി കാണും. അപ്പോൾ പാടാൻ പോകുന്ന അടുത്ത ലൈൻ ഒരു പ്രത്യേക ട്യൂണിൽ അദ്ദേഹം അങ്ങ് പാടിക്കൊടുക്കും. ഓക്കെ, ജനം കേട്ട് പാടും. അത് തുടങ്ങിയത് അവർ വിശ്വാസത്തിൽ വന്നപ്പോൾ അവർക്ക് എഴുതാൻ ലിപിയില്ലായിരുന്നു, ഭാഷയില്ല, വായിക്കാനതില്ല, പുസ്തകമില്ല. അതുകൊണ്ട് പാട്ട് ലീഡ് ചെയ്യുന്ന വ്യക്തി എന്ത് ചെയ്യും, ഓരോ വരിയും എന്ത് ചെയ്യും, പാടിക്കൊടുക്കും, അവർ കേട്ട് പാടും. നല്ലതായിരുന്നു. ഇന്ന് പാട്ടുപുസ്തകം അനവധിയുണ്ട്, ലിപി ഉണ്ടാക്കി പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നും പാട്ടുപുസ്തകം കയ്യിലുണ്ടെങ്കിലും പാടാൻ നിൽക്കുമ്പം ഒരാൾ എഴുന്നേൽക്കും, എല്ലാ വരിയും പാടിക്കൊടുക്കും. എന്താ അർത്ഥം? സത്യത്തിൽ ഇന്നവർക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അന്നത് വേണമായിരുന്നു. അന്ന് ഭാഷയില്ലായിരുന്നു, പാട്ടുകളില്ലായിരുന്നു, ഒരാൾ ഓരോ വരിയും പാടിക്കൊടുക്കണം. പക്ഷെ ഇന്ന് പാട്ടുകളും ഉണ്ടായി, പാട്ടുപുസ്തകവും ഉണ്ടായി, ജനത്തിന് വായിക്കാനും അറിയാം. പക്ഷെ പഴയ ശീലം തുടരുകയാണ്. അത് തന്നെയാണ് നമ്മുടെയൊക്കെ കൂട്ടങ്ങളിൽ സങ്കീർത്തന പ്രബോധനവും വാക്യപ്രതിവാക്യമായുള്ള വായനയൊക്കെ തുടരാൻ കാരണം. സഭ തുടങ്ങിയപ്പോൾ, നമ്മുടെ ഭാരതത്തിൽ, കേരളത്തിൽ തുടങ്ങിയപ്പോൾ അത് ബൈബിൾ കുറവായിരുന്നു, വായിക്കാൻ അറിയുന്നവർ കുറവായിരുന്നു. അതുകൊണ്ട് നടത്തിപ്പുകാർ എഴുന്നേറ്റ് സങ്കീർത്തനം പറഞ്ഞു കൊടുക്കും, അവരാവർത്തിക്കും. ഓക്കെ. പക്ഷെ ഇന്ന് ബൈബിളായി, എല്ലാവർക്കും വായിക്കാൻ അറിയാം. ഇപ്പോഴും എന്താണ്, വാക്യം പ്രതിവാക്യമായി വായിക്കും. പഴയ ശീലമാ. ഇത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ വാക്യം പ്രതിവാക്യമായിട്ട് വായിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അതൊരു നഴ്സറി സ്കൂളിന് വേണ്ടിയാ. പറ, എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോയ്. അതെവിടെയാ? നഴ്സറി സ്കൂളിലാ. എല്ലാവരും ഇപ്പോൾ കയറ ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 ആകത്തില്ല, 4 ആകത്തില്ല. 3 പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. എന്താ 4 പറയാത്തെ? എന്താ 2 ആക്കാത്തത്? പാരമ്പര്യം. അത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തോ വലിയ കുഴപ്പമല്ലേ? വിശ്വാസത്തിന്റെ ആരംഭകാലത്ത് നാം ശക്തി പ്രാപിച്ചത് സങ്കീർത്തനം വായിച്ചിട്ടാ. പക്ഷെ നിങ്ങൾ വളർന്നു. ആമേൻ. ഈ ഇരിക്കുന്ന 10-40 വയസ്സുള്ള ആൾക്കാർ ഇന്നും മടങ്ങി ചെന്നിട്ട് അമ്മയുടെ മാറിൽ നിന്നും പാല് വലിച്ചു കുടിക്കുവോ? എന്താ? നാണക്കേടല്ലേ? മുലപ്പാൽ കുടിക്കാൻ വേണ്ടി ആരും പോകത്തില്ല. ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും കുപ്പിപ്പാൽ കുടിക്കാൻ പോലും പോകത്തില്ല. നാണക്കേടല്ലേ മോനെ? യെസ്, അവൻ യെസ് എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് സഭയിൽ എന്തുവാ? കുപ്പിപ്പാൽ കൊടുക്കുക. കാര്യം മനസ്സിലായോ? പാരമ്പര്യമല്ല നമുക്ക് ആവശ്യം. ഒരു വ്യക്തി സഭയിൽ വന്ന് കൃപയിൽ വളരുമ്പോൾ അവൻ ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ എന്ത് ചെയ്യണം? കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരിക്കൽ സങ്കീർത്തനം മാത്രം എനിക്ക് മതിയായിരുന്നു. പക്ഷെ എനിക്കത് പോരാ. എനിക്ക് സങ്കീർത്തനം വായിച്ചിട്ട് എൻ്റെ ആത്മീയ അഭിവൃദ്ധി അവിടെ നിന്ന് ഉണ്ടാകുന്നില്ല. എനിക്കിന്ന് ആവശ്യം എബ്രായ ലേഖനമാണ്, റോമാലേഖനമാണ്. ആമേൻ. എന്തുകൊണ്ട് നമുക്ക് റോമാലേഖനം സങ്കീർത്തനത്തിന്റെ വായനയ്ക്ക് പകരം വായിച്ചുകൂടാ സഭയിൽ? ദാസന്മാരെ, ഈ ആഴ്ച പോയി തിരുത്തണം. ആമേൻ. അയ്യോ, ഞങ്ങളുടെ അപ്പച്ചന്മാർ തുടങ്ങിയതല്ലേ. തിരുത്തിയാൽ നിങ്ങളെ അന്ന് സഭയിൽ പുറത്താക്കും. ഒരു ഞായറാഴ്ച നിങ്ങൾ സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കും. ഉറപ്പാ, എനിക്കറിയാം. അങ്ങനെ പുറത്താക്കപ്പെട്ടവർ ഇവിടെയുണ്ട്. ഇത് കേട്ടിട്ട് പോയി റോമാലേഖനം വായിച്ച പറഞ്ഞു, ഇവിടെ റോമാലേഖനൊന്നും വേണ്ട, സങ്കീർത്തനമില്ലാത്തൊരു ആരാധനയോ? വാക്യമുണ്ടല്ലോ, ഒരുവന് ഉപദേശമുണ്ട്, ഒരുവന് സങ്കീർത്തനമുണ്ട്, ഒരുവന് എന്തുണ്ട്? പ്രവചനമുണ്ട്.
ആ ഒരുവനുള്ള സങ്കീർത്തനം ഈ 150 സങ്കീർത്തനമല്ല, പുതിയ സങ്കീർത്തനമാണ്. കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഈ ജാതീയ സഭകളിലൊന്നും എന്തില്ല, വേദപുസ്തകവും 150 സങ്കീർത്തനമൊന്നും ഇല്ല. അവന്റെ അകത്തു നിന്ന് വരുന്ന സങ്കീർത്തനവും പ്രബോധനവും പിന്നെന്താണ്, പ്രവചനമൊക്കെയാണ്. നമ്മൾ ആ വാക്യം എടുത്തിട്ടാ ഇന്നും കൂടി വരുമ്പോൾ എന്ത് വായിക്കുന്നത്, സങ്കീർത്തനം. സങ്കീർത്തനം മനോഹരമാണ്, അതിന്നും വായിച്ചോ. ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയ്ക്കനുസരിച്ച് എന്ത് വേണം, ഭക്ഷണ ക്രമീകരണത്തിന് മാറ്റം വരുത്തിക്കോണം. ഇതെൻ്റെ പുതിയ ബൈബിളാണ്. എൻ്റെ പഴയ ബൈബിൾ നോക്കിയാൽ നിങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ നോക്കണം, നിങ്ങളുടെ ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ നോക്കണം, ഏത് ഭാഗമാണ് പുറത്തോട്ട് തള്ളി നിൽക്കുന്നത്. നോക്കിയേ, നിങ്ങളുടെ ബൈബിൾ എടുത്ത് ഇങ്ങനെ നോക്കിയേ, ഏത് ഭാഗമാണ് പുറത്തോട്ട് തള്ളി നിൽക്കുന്നത്. ഇനി എന്നെ ഇങ്ങനെ കാണിച്ചാൽ മതി, ഞാൻ പറയാം നിങ്ങളുടെ ആത്മീയ നിലവാരം എന്താണെന്ന്. നിങ്ങളുടെ ബൈബിൾ ഇങ്ങനെ കാണിച്ചാൽ ഞാൻ നോക്കും ഏത് ഭാഗമാണ് പുറത്തോട്ട് തള്ളി നിൽക്കുന്നത്. അത് കണ്ടാൽ എനിക്കറിയാം നിങ്ങളുടെ ആത്മീയ നിലവാരം എന്താണെന്ന്. മിക്ക ബൈബിളിന്റെയും മധ്യഭാഗമായിരിക്കും പുറത്തോട്ട് തള്ളി നിൽക്കുന്നത്. എന്താ, ദിനം പ്രതി സങ്കീർത്തനം വായിച്ച് പേജൊക്കെ പുറത്തോട്ട് തള്ളാൻ തുടങ്ങി. ചിലരുടേത് ചരിത്ര പുസ്തകങ്ങളായിരിക്കും, നല്ല രസകരമായ കഥകളല്ലേ, യുദ്ധങ്ങളും. ദാവീദിന്റെ കഥയൊക്കെ ഭയങ്കര രസകരമല്ലേ, നല്ലൊരു കോരിത്തരിപ്പൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങളല്ലേ, അതിങ്ങനെ തള്ളി നിൽക്കും. നോക്കട്ടെ, ലേഖന ഭാഗങ്ങൾ, റോമാലേഖനം തുടങ്ങി എത്ര പേരുടെ ബൈബിളിൽ ആ പേജുകൾ പുറത്തോട്ട് തള്ളി നിൽപ്പുണ്ട്. കാര്യം മനസ്സിലായോ? നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കനുസൃതമായ ഭക്ഷണങ്ങൾ നമുക്ക് ആവശ്യമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിക്കണം. എന്ത് കേൾക്കണം? ദൈവത്തിൻ്റെ വചനം. പ്രത്യേകിച്ച് നമുക്ക് ആത്മീയ അഭിവൃദ്ധി വരുത്തുന്ന വചനങ്ങൾ. നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ സങ്കീർത്തനം, പ്രബോധനം നിങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷെ നിങ്ങൾ 3 വർഷത്തിന് ശേഷവും അവിടെ നിൽക്കുന്നെങ്കിൽ, നിങ്ങൾ അവിടെ നിന്നാണ് ആഹാരം പ്രാപിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് കുഴപ്പമുണ്ട്. നിങ്ങൾ ആത്മീയ കുള്ളന്മാരായി തീർന്നിരിക്കുക, വളർച്ചയില്ല. ഈ സർക്കസിലൊക്കെ പോകുമ്പോഴേ കോമാളി വേഷം കെട്ടാനായിട്ട് നീളം കുറഞ്ഞ ആൾക്കാരുണ്ട്, കുള്ളന്മാരെന്ന് വിളിക്കും. അവരെല്ലാം കോമാളി വേഷം കെട്ടുന്നത്. എന്ന് ദൈവസഭ മുഴുവനും ഈ കുള്ളന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അവരാണ് സഭയ്ക്കകത്ത് മുഴുവൻ കോമാളിത്തങ്ങളും കാട്ടിക്കൂട്ടുന്നത്. എന്താ, വളർന്നു തുടങ്ങിയവരാ. വളർച്ചയുടെ ഏതോ ഘട്ടത്തിൽ വളർച്ചാ ഹോർമോൺ എന്ത് ചെയ്തു, അങ്ങ് നിന്നുപോയി. നമുക്ക് ശരിയായ രീതിയിലുള്ള വളർച്ച ആവശ്യമാണ്. ആമേൻ, ഹല്ലേലൂയ. അടുത്ത സെഷനിൽ നമ്മൾ തുടർമാനമായി വചനത്തിൻ്റെ പ്രാധാന്യം പഠിക്കും. നിങ്ങൾ ഇന്ന് തന്നെ വചനം വായിക്കാൻ തുടങ്ങണം.